നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഭീതി വിതച്ച് കടുവ. വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവ ഇറങ്ങി. മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിലാണ് കടുവ എത്തിയത്. കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുർജിത്ത്, നേരത്തെ ഈ കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവിറങ്ങിയതാണ്. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവുണ്ട്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴെങ്കിലും ഈ കടുവയെ പിന്തുടരാനോ അല്ലെങ്കിൽ അതിനെ ട്രേസ് ചെയ്യാനോ സാധിക്കുന്നുണ്ടോ? ഒരു കോൺഫ്ലിക്റ്റഡ് ആനിമൽ എന്നത് ഉറപ്പിക്കാവുന്ന തരത്തിലല്ലേ അതിന്റെ ചലനങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഈ കടുവ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അവശ്യ നിലയിലാണ് എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള നിഗമനം വനംവകുപ്പിനുമുണ്ട്. ഒരുപക്ഷെ ടെറിട്ടറി പ്രശ്നത്തിൽ ഈ തോറ്റ കടുവയാകും, തല്ലിത്തോറ്റ കടുവയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതാകാം ഈ വിധത്തിൽ തുടർച്ചയായി കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വളർത്തുമൃഗങ്ങളെ മുഴുവൻ ആക്രമിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനമാണുള്ളത്. എന്തായാലും ഇന്നലെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആദ്യമായി വർഗീസ് എന്നയാളുടെ പശുവിനെ തീറ്റാൻ വിട്ട പശുവിനെ ഈ കടുവ പിടിക്കുന്നത്. ഇതിനുശേഷം പിന്നീട് ഇന്നലെ രാത്രി 10:45 കൂടി സാബു എന്ന് പറയുന്ന ഒരാളുടെ ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രമാണ് നേരത്തെ ആദ്യ സംഭവത്തിന്റെ അടുത്ത് തന്നെയാണ് പ്രദേശം. അവിടെയുള്ള സാബുവിന്റെ വീട്ടിലെ ഒരു പശുവിനെ പിടികൂടി. ഇന്ന് പുലർച്ചെ 3:45 കൂടി മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിൽ, അതായത് ഇപ്പോൾ ഈ കാണുന്ന തൊഴുത്തിന് സമീപത്തേക്ക് കടുവ എത്തുന്നു. കടുവ 2 പശുക്കളെ കൊല്ലുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടു. ആ പ്രതിഷേധത്തെ വയനാട്ടിൽ കേണിച്ചിറയിലാണ് കടുവയുടെ സാന്നിധ്യം. ആ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് നിലനിൽക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പശുക്കളെ ആക്രമിച്ച അതേ സ്ഥലത്ത് തന്നെ മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിൽ തൊഴുത്തിലേക്ക് വീണ്ടും കടുവ എത്തുന്നു. ഏതായാലും ആ പ്രദേശത്തുള്ളവർ വലിയ ഭീതിയിലാണ്. വെടിവെക്കാനുള്ള ഉത്തരവുണ്ടെങ്കിലും വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകിയെങ്കിലും അത് കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതി കൂടി ഉയരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത ഇപ്പോൾ വരുന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ മകന്റെ വെട്ടേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. പുതുപ്പാടി കൈതപ്പൊയിൽ കല്ലടിക്കുന്ന അപ്പുവിന്റെ ഭാര്യ ജാനകിക്കാണ് വെട്ടേറ്റത്. തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റ ജാനകിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, അതിക്രൂരമായ സംഭവം, ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? ഒപ്പം എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം? ഗോകുൽ, പരുക്ക് ഗുരുതരമാണ് എന്ന വിവരം തന്നെയാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അവരെ പ്രാഥമിക ചികിത്സ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നൽകിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകനാണ് അമ്മയെ വെട്ടിയത്. കല്ലടിക്കുന്ന് അപ്പുവിന്റെ ഭാര്യ ജാനകി, 72 വയസ്സുണ്ട്. ഇവർക്കാണ് വെട്ടേറ്റത്. അല്പസമയം മുമ്പായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. മകൻ ബാബു ആണ് ഈ കേസിലെ പ്രതി. മകൻ ബാബു കൊടുവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവുന്നതായി നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട്. ഗോകുൽ, ശരി. കോഴിക്കോട് പുതുപ്പാടിയിലാണ് ഈ ദാരുണമായ സംഭവം. മകനാണ് അമ്മയുടെ തലയ്ക്ക് വെട്ടിയിരിക്കുന്നത്. ഏതായാലും ആ സ്ത്രീയുടെ ആരോഗ്യനില ഗുരുതരമെന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മിഥില ബാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് വിമർശനം. മൈക്കിനോട് പോലും അരിച്ചം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ ജനം നിരാകരിച്ചെന്ന് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. പെരുമാറ്റ രീതി മാറ്റണമെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. അതേസമയം തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയെ പിന്തുണച്ചു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചില്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആക്കം കൂടിയേനെയെന്നും അഭിപ്രായമുയർന്നു. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ലെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു.
പത്തനംതിട്ടയിൽ 30,000-ത്തിലധികം ഉറച്ച ഇടതോട്ടുകൾ ചോർന്നു. ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമം നടന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ച് പോസ്റ്റിട്ടയാൾക്കെതിരെ നടപടി എവിടെയെന്ന ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും വിമർശനം. എന്നാൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രി നയിച്ചില്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആക്കം കൂടിയേനെ എന്ന വിലയിരുത്തലുകൾ ഉയർന്നു. നവകേരള സദസ്സ് തിരിച്ചടിയായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ പ്രതിസന്ധിയും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റി. റോഡിലെ കുഴികളടയ്ക്കാത്ത പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഉയർന്നത് അതിരൂക്ഷ വിമർശനം. കരുവന്നൂർ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് പോരായ്മയുണ്ടായി. കുറ്റക്കാർക്കെതിരായ അച്ചടക്ക നടപടിയിലല്ല, പണം നൽകുന്നതിലാണ് പാർട്ടി ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നതെന്നും വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് തിരിച്ചടിയായി. മേയറുടെ സുരേഷ് ഗോപി ബന്ധത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും അതൃപ്തി പ്രകടിപ്പിച്ചു. 24 തൃശൂർ. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ നെടുന്തൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം CPIM-ന് മുന്നിലില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ CPIM-നെ ഏറെ വെട്ടിലാക്കിയ വെളിപ്പെടുത്തലായിരുന്നു EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച. പാർട്ടി സമ്മർദ്ദത്തിലായി വിവാദത്തിന് പിന്നാലെ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ജയരാജനെതിരെ ഉള്ളിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. റിസോർട്ട് വിവാദവും വിവാദ വ്യക്തികളുമൊത്തുള്ള ചങ്ങാത്തവുമടക്കം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ LDF കൺവീനറുടെ ജാവദേക്കർ കൂടിക്കാഴ്ച പാർട്ടി ഗൗരവതരമായി പരിശോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. അതേസമയം തോൽവിയിൽ പിണറായിയെ മാറ്റി നിർത്തിയുള്ള തെറ്റുതിരുത്തൽ ആവശ്യമില്ലെന്നും ന്യൂനപക്ഷ പ്രീണനമെന്നത് BJP പ്രചാരവേലയെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതിനിടെ തോൽവി വിലയിരുത്താൻ ചേർന്ന CPIM എറണാകുളം, തൃശൂർ ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മോശമാണ്. നേതാക്കളും ഭരണകർത്താക്കളും ബലം പിടുത്തം തുടർന്നാൽ ജനങ്ങൾ ഉപേക്ഷിക്കും. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശമുയർന്നു. അതേസമയം തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPIM ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമുയർന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് BJP ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം. മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏശിയില്ലെന്നും നിരീക്ഷണമുണ്ടായി. ഭരണവിരുദ്ധ വികാരം തൃശൂരിലെ തോൽവിക്കിടയാക്കിയെന്നും ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വിമർശിച്ചു. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുവെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി ലീഗ് നേതാക്കൾ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്കെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഇടതുമുന്നണിയിലേക്കുള്ള ക്ഷണം ലീഗ് നിരസിച്ചതിലെ നിരാശയാണ് മുഖ്യമന്ത്രിക്കെന്ന് KM ഷാജിയും പ്രതികരിച്ചു. മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയനെന്ന് ലീഗ് മുഖപത്രം ചന്ദ്രിക വിമർശിച്ചു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടേതുമായി മാറി എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് സ്വന്തം മുഖം നോക്കണമെന്നും PMA സലാം. ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് പോലും തൻ്റെ ഭാഗത്തുണ്ടായ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും, അത് തിരുത്തും, മുഖം വികൃതമാണോ എന്ന് പരിശോധിക്കും എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത്. മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും രംഗത്തെത്തി. അദ്ദേഹത്തെ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു പെടലും എല്ലാവർക്കും അറിയാം. വളരെ ഒരു കുഴപ്പം പിടിച്ച എല്ലാവരും അദ്ദേഹത്തെ കോർണറൈസ് ചെയ്യാണ്. ഈ സമയത്ത് കൂടെ ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ കിട്ടലാണ്. അപ്പോൾ അങ്ങനെ മോഹിക്കുമല്ലോ നമ്മൾ, കട്ടക്ക് നിൽക്കുമായിരുന്നു എന്നൊക്കെ. ലീഗ് അങ്ങനെയാണല്ലോ, നിന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയുടെ അങ്ങേ അറ്റത്ത് നിന്നുള്ള ഒരു കിട്ടാത്ത മുന്തിരി പുളിക്കാന്നൊക്കെ ഉള്ള വാചകം വളരെ ചെറുതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള മോഹഭംഗവും ഇച്ഛാഭംഗവുമാണ് അദ്ദേഹത്തെ പറയിപ്പിക്കുന്നത്. മോദിയുടെ തന്ത്രങ്ങൾ മുണ്ടുടുത്ത മോദി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്ന് ലീഗ് മുഖപത്രമായ ചന്ദ്രിക. മുഖ്യമന്ത്രി സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാക്കാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണെന്നും ചന്ദ്രിക തിരിച്ചടിച്ചു. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒരോളത്തിലുണ്ടായതാണെന്ന് K മുരളീധരൻ. വിജയത്തിന്റെ അത്ര അധ്വാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി വിജയൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നുവെന്നും മുഖ്യമന്ത്രി മാറരുതെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും K മുരളീധരൻ. അതൊരു ഓളത്തിൽ നമുക്ക് വന്ന ഒരു വിജയം. സത്യത്തിൽ ആ വിജയത്തിന്റെ അത്ര നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്ന് പറയാൻ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ തെറ്റിൽ നിന്ന് ഈ സർക്കാർ വീണ്ടും തെറ്റുകളിലേക്ക് നീങ്ങുകയാണ്. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. ഉച്ചയ്ക്ക് 3 മണിയോടെ ഉണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിലാണ് തിരുവനന്തപുരം പാലോടി കാലൻകാവ് സ്വദേശി വിഷ്ണു ആർ, ശൈലേന്ദ്ര എന്നിവർ വീരമൃത്യു വരിച്ചത്. CRPF കോബ്ര യൂണിറ്റിലെ ജവാന്മാരാണ്. സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലുമായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്നത്. സംഘത്തിലെ ഒരു വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു മരിച്ച വിഷ്ണു. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ജില്ലാ സമ്മേളന ആവേശത്തിൽ തിരൂർ. ജനപങ്കാളിത്തം കൊണ്ട് ഞെട്ടിച്ച് 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ നിർധനരായ 10 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു. ഭാഷാപിതാവ് തുഞ്ചന്റെ മണ്ണായ തിരൂരിൽ നടന്ന 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നാടൊന്നാകെ ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു. രാവിലെ മുതൽ സമ്മേളന നഗരിയിലേക്ക് ആളുകൾ ഒഴുകി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെ 24ന്റെ പ്രിയ അവതാരകർ ആദരിച്ചു. അവതാരകർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മലപ്പുറത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ആദ്യത്തെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മലപ്പുറത്ത് വെക്കാനുള്ള കാരണം ഏറ്റവും നല്ലതാണ് ഇതിന് ഞങ്ങളെ ചാനലിൽ പ്രകാശിക്കുന്ന പ്രകാശകർ വന്ന് മലപ്പുറത്താണ്. അതുകൊണ്ട് ഇപ്പോൾ 24 കണക്ട് എന്ന പരിപാടി നടത്തിയതും ആദ്യമായിട്ട് ഇവിടെ തന്നെയാണ്. പുതിയ തലമുറ തന്നെ നല്ല വഴിയിൽ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല കഴിവുള്ളവർക്ക് കഴിവില്ലാത്തവരെ സഹായിക്കുന്നുണ്ട്, വീട് കെട്ടിക്കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ TV യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ കൂടി കാണാം. മലപ്പുറം ജില്ലയിലെ നിർധനരായ 10 പേർക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവും സമ്മേളന നഗരിയിൽ ഉണ്ടായി. ഹലോ മലപ്പുറം, ഹായ് തിരൂർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ പ്രേക്ഷകരും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു അപൂർവ സംഗമവേദിയാണിത്. ഒരു ടെലിവിഷൻ ചാനലും കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണിത്. പ്രേക്ഷകരെ നേരിട്ട് കാണുക, അവരുമായി നേരിട്ട് സംവാദിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ സംസ്കൃത ചിത്തരായ മലയാളികളുടെ ഏറ്റവും വലിയ പൊതു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള സഹജീവികളെ ചേർത്ത് പിടിക്കുക തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ലോകത്തുള്ള എല്ലാ മലയാളികൾ ഉള്ളവരിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവർക്ക് കൊടുക്കുക, ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വലിയ വലിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മൾ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 100 വീടുകൾ കേരളത്തിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൽ 10 വീടുകൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് നിർമ്മിച്ച് നൽകുന്നത്. 24ന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ നാടിനൊന്നാകെ മാതൃകാപരമെന്ന ചടങ്ങിൽ പങ്കെടുത്ത മലപ്പുറം SP S ശശീധരൻ. ഈ 24 ചാനൽ ഇവിടെ തുടങ്ങുന്ന ഈ പദ്ധതി, തുടങ്ങിയുള്ള പദ്ധതി സാധാരണക്കാർക്ക്, നിരാലംബർക്ക്, അശരണർക്ക് കൈത്താങ്ങാവുന്നത് ആ പ്രവൃത്തി ദൈവത്തിന് തുല്യമാണ്. ആ ദൈവതുല്യമായ പ്രവൃത്തി ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, അത് വളരെ വർദ്ധിച്ചു വരട്ടെ എന്നുകൂടി പറയുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രേക്ഷകർ SKNനോട് മനസ്സ് തുറന്നു. മക്കള് ന്യൂസ് മാത്രമേ വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നായിട്ട് അടി. അവർക്ക് സ്റ്റാർ മാജിക്കും വേണം, അവർക്ക് മറ്റുള്ള കളികൾ കൂടുതലാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ വരാൻ കാരണം തന്നെ ഒരുപാട് ദിവസം എൻ്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ മൊബൈലിലാണ് ഞാൻ വെച്ചു കൊടുക്കണത്. TV ഇല്ലേ വീട്ടിൽ. പക്ഷേ താങ്കൾക്ക് ഞങ്ങളൊരു TV വാങ്ങിച്ചു. പ്രേക്ഷക സമ്മേളനം വൈകാരിക നിമിഷങ്ങൾക്ക് കൂടി വേദിയായി. കാഴ്ച ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ശ്രീകണ്ഠൻ നായർ സാറുടെ കൈ പിടിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അത് സാധിപ്പിച്ചാൽ വളരെ നന്ദി. ഈ കൈ ആരുടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കൈയാണ്. ഞാൻ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എന്നും കേൾക്കുന്ന ആളാണ്, കാണൂല. നിങ്ങൾ ഇപ്പോഴാണ് ഇനി ശ്രീകണ്ഠൻ നായർ സാറ് തൊട്ട് എന്നൊരു അവകാശം എനിക്കുണ്ട്. 24 ഒരു അവകാശം. 24ഉം പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതായിരുന്നു പ്രേക്ഷക സമ്മേളനം. 24 തിരൂർ.
ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കേണിച്ചിറയിലെ കടുവ കൂട്ടിലായിരിക്കുന്നു. താഴെ കിഴക്കിൽ സാബുവിൻ്റെ വീട്ടുപറമ്പിൽ വെച്ചാണ് കടുവ കുടുങ്ങിയത്. അല്പം മുമ്പ് നമ്മൾ ആ കടുവയുടെ ദൃശ്യങ്ങൾ മാളിയേക്കൽ എന്ന വീട്ടിലെ അവിടുത്തെ തൊഴുത്തിൽ, ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിലെത്തിയ ദൃശ്യങ്ങൾ അല്പം മുമ്പ് ഈ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ആ കടുവ കൂട്ടിലായി എന്ന ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേണിച്ചിറക്കാർ ഭീതിയിലായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ആ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം, കടുവയുടെ ആക്രമണങ്ങളുണ്ടായിരുന്നു. സുജിത്ത്, ഏതായാലും ആശ്വാസകരമായ വാർത്ത ഈ രാത്രി വരുന്നു, ഭീതമായ ദൃശ്യങ്ങൾക്ക് പിന്നാലെ അല്ലേ? തീർച്ചയായും എന്തായാലും ഈ കടുവ കൂട്ടിൽ വീണിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. കാരണം അല്പസമയം മുമ്പാണ് ഇത് മാളിയേക്കൽ ബെന്നിയുടെ വീടിന്റെ സമീപത്ത് തൊഴുത്തിലെത്തിയത്. അതിഭീതിതമായ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിന്റെ പിന്നാലെയാണ് ആശ്വാസ വാർത്ത എത്തുന്നത്. താഴെ, അതായത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ താഴെയുള്ള ഈ സാബു എന്ന് പറയുന്ന മറ്റൊരാളുടെ പശുവിനെ കൂടി കടുവ പിടിച്ചിരുന്നു. ആ കൂട്ടിൽ, അവിടെ വെച്ച കൂട്ടിലാണ്, അതായത് ഇന്നലെയാണ് കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് അവശ നിലയിലായിരുന്നു ഈ കടുവ എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം അത്രമാത്രം അതിന് യാത്ര ചെയ്യാനൊന്നും നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള പോലെ ആണ് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമായത്. സ്വാഭാവികമായ അവശ നിലയിലായിരുന്നു എന്ന് കരുതുന്നത്. കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കടുവ വലിയ അളവിലാണ് ഭീതി പരത്തിയിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതായത് എടക്കാട് എന്ന് പറയുന്ന കേണിച്ചിറ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഒരു ഭാഗത്ത് വനമേഖലയാണ്. അതിന്റെ തൊട്ടടുത്താണ് ആദ്യമായി, അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യമായി ഈ കടുവ ആക്രമിച്ചത്. അതായത് ഒരു പശുവിനെയാണ് ആദ്യം ആക്രമിച്ചു കൊല്ലുന്നത്. അത് വർഗീസ് എന്ന് പേരുള്ള ആളുടെ വീട്ടിലെ പശുവിനെയാണ് കടുവ ആക്രമിച്ച് കൊല്ലുന്നത്. അദ്ദേഹം അതിനെ തീറ്റാനായി വിട്ടതായിരുന്നു. അവിടെ ആക്രമണം നടന്നു. അതിനുശേഷം 2 ദിവസം അതിനുശേഷം കൂട് വെച്ചു. ക്യാമറ ട്രാപ്പുകൾ ആദ്യം സ്ഥാപിച്ചു, പിന്നീട് കൂട് സ്ഥാപിച്ചു. പക്ഷേ കടുവ കുടുങ്ങിയില്ല. ഇന്നലെ രാത്രി വീണ്ടും കടുവ എത്തി. സാബുവിന്റെ വീട്ടിലാണ് എത്തിയത്. സാബുവിന്റെ തൊഴുത്തിലെ ഒരു പശുവിനെ കൊന്നു. അവിടെ ഉടൻ തന്നെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പിന്നീട് പുലർച്ചെയാണ്, ഇന്ന് പുലർച്ചെ 3:45 കൂടിയാണ് അതിന്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയുള്ള മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിലെത്തുന്നത്. ബെന്നിയുടെ വീട്ടിലെത്തിയ ശേഷം തൊഴുത്തിലുണ്ടായിരുന്ന 2 പശുക്കളെ കൊന്നു, ആട്ടിൻകൂടിനടിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ പ്രതിഷേധമുണ്ടായി. മയക്കുവെടി വെക്കാനുള്ള ശ്രമം എല്ലാം ആരംഭിച്ചതാണ്. പക്ഷേ കനത്ത മഴ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പിന്നാലെയാണ് ഇന്ന് രാത്രിയിൽ കടുവ വീണ്ടും ഈ ബെന്നിയുടെ വീട്ടിലെ പരിസരത്ത് എത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സാബുവിന്റെ വീട്ടിൽ വെച്ച ആ പറമ്പിൽ വെച്ച ആ കെണിയിൽ കടുവ വീണിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും വലിയ ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും ഉണ്ടാവുക. ആ പ്രദേശത്ത് വലിയ തരത്തിലുള്ള ഭീതി പരത്തിയിരുന്ന കടുവയാണിത്. അത് അവിടുത്തെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പ്രത്യേകിച്ച് ആളുകളെല്ലാം തന്നെ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയതാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആശ്വാസത്തിന്റെ വാർത്ത വരുന്നത്. ആ കടുവ, അതായത് തോൽപ്പെട്ടി 17 എന്ന് പേരുള്ള ആ കടുവ കൂട്ടിലായിരിക്കുന്നു. കാരണം അത്രമാത്രം വലിയ പ്രതിസന്ധി അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ വലിയ ഒരു പരിധി വരെ ആശ്വാസം കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കടുവ കൂട്ടിലായിരിക്കുന്നു. സാബുവിന്റെ വീട്ടിൽ വെച്ച കൂട്ടിലാണ്. ഇനി ഇതിന്റെ ഒരു പ്രാഥമികമായ പരിശോധനയ്ക്കൊക്കെ ശേഷം നേരെ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വിശദമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനുമായി മാറ്റാനല്ലേ സാധ്യത? തീർച്ചയായും സ്വാഭാവികമായി ഇവിടെ നിന്ന് മാറ്റുക. കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രമുണ്ട് വനംവകുപ്പിന്റെ കീഴിൽ. ആ കുപ്പാടിയിലെ കേന്ദ്രത്തിലേക്കാകും മിക്കവാറും ഇതിനെ മാറ്റാനുള്ള സാധ്യത. അവശ നിലയിൽ തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതിനെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതിന് ധാരാളം പരിക്ക് ഉൾപ്പെടെയുള്ള രീതിയിലാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ വനമേഖലയിൽ ഈ ടെറിട്ടറി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കടുവയുമായി ഏറ്റുമുട്ടി ഒടുവിൽ അവിടെ നിന്നും പുറന്തള്ളപ്പെട്ട കടുവയാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖബാധിതനായിട്ടുള്ള കടുവയാകാം. അതാകാം ഇത്തരത്തിൽ ഈ കടുവ ഈ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കടുവ ഒടുവിൽ ഇപ്പോൾ ആ കടുവ പിടിയിലായിരിക്കുന്നു. ഇന്ന് ശരിക്കും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളുകളുടെ പ്രതിഷേധം ഉൾപ്പെടെ രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു.
എന്തായാലും അതിനെല്ലാം തന്നെ ഒരു പരിധിവരെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഈ വയനാടിനെ സംബന്ധിച്ച് ദൈനംദിനം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആനയായും കടുവയായും പുലിയായും പന്നിയായും കാട്ടുപോത്തായും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഒടുവിൽ കടുവ കൂട്ടായിരിക്കുന്നു. തോൽപ്പെട്ടി 17 എന്ന പേരുള്ള ആ കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. സാബുവിന്റെ വീട്ടിൽ സ്ഥാപിച്ച ആ കൂട്ടിലാണ് കടുവ ആയിരിക്കുന്നത്. വലിയ ആശ്വാസം ഒരു പരിധിവരെ ആളുകളെ സംബന്ധിച്ച് ഉണ്ട്. ഗോകുൽ, തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് വ്യാഴാഴ്ച മുതൽ ഇങ്ങോട്ട് കേണിച്ചിറക്കാരുടെ ഉറക്കം കെടുത്തി അവർ മനസമാധാനം കെടുത്തിയ കടുവയാണ് ഒടുവിൽ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ വന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭീതമായിരുന്നു. പശുത്തൊഴുത്തിൽ എത്തിയ കടുവയുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ തന്നെ കടുവ അവശ നിലയിലാണ്, അല്ലെങ്കിൽ അധികം ആക്റ്റീവ് അല്ലാത്തൊരു കടുവ എന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നാലും ആ പറമ്പിന് തൊട്ടടുത്ത പറമ്പിൽ കിഴക്കേതിൽ സാബു എന്ന ആളുടെ വീട്ടിലെ തൊഴുത്തിലെത്തി അവിടെയും പശുവിനെ ആക്രമിക്കുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അവിടെ വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന കെണിയിൽ ആ കൂട്ടിൽ ആ കടുവ കുടുങ്ങുന്നു. ഏതായാലും കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായിരിക്കുന്നു. ഇനി വനംവകുപ്പ് അതിനെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. പരിശോധനകൾക്ക് ശേഷം മറ്റ് കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും എന്നതാണ് ഇപ്പോൾ സുജിത്ത് നൽകുന്ന വിവരം. ഏതായാലും കേണിച്ചിറക്കാർക്ക് ഇനി ഈ രാത്രി സമാധാനമായി ഉറങ്ങാം. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ നടപടിയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയിൽ നിന്ന് 750 വിദ്യാർത്ഥികൾ വിട്ടുനിന്നു. ബീഹാറിലെ നവാഡയിൽ UGC നെറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാനെത്തിയ CBI സംഘത്തെ ആക്രമിച്ച 4 പേർ പിടിയിലായി. രാജ്യത്തുടനീളം നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ബീഹാറിലെ 17 വിദ്യാർത്ഥികളും ഗോത്രയിലെ 30 വിദ്യാർത്ഥികളും ഉൾപ്പെടെ രാജ്യത്തെ 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതായാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഇതുവരെ 13 പേരാണ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് അന്വേഷിക്കാൻ ബീഹാറിലെ നവാഡയിലെത്തിയ CBI സംഘത്തെ ഒരു കൂട്ടർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന വാർത്തകൾ തള്ളി NTA രംഗത്തെത്തി. വെബ്സൈറ്റും വെബ് പോർട്ടലുകളും സുരക്ഷിതമാണെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്കായി സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് നടന്ന പുനഃപരീക്ഷയിൽ 813 വിദ്യാർത്ഥികൾ മാത്രമാണ് പങ്കെടുത്തത്. ചണ്ഡീഗഡിലെ സെന്ററിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷയിൽ നിന്ന് വിട്ടുനിന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസ് ഏറ്റെടുത്ത CBI അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തിന് രൂപം നൽകി. പരീക്ഷാ ക്രമക്കേടിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത പട്നയിലേക്കും ഗോദ്രയിലേക്കും CBI സംഘങ്ങൾ ഉടൻ തിരിക്കും. 24 ഡൽഹി. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ഗ്രേസ് മാർക്ക് തട്ടിപ്പെന്ന ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സംഭവവുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്പലിന് പരാതി നൽകി. ഗ്രൂപ്പ് മത്സര ഫലങ്ങളിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. ഗ്രൂപ്പ് ഐറ്റത്തിൽ ഉൾപ്പെടുന്ന 10 മുതൽ 12 പേർക്ക് ഓരോ വിഷയത്തിനും 6% മാർക്ക് അധികം ലഭിക്കും. ഇതിനായി SFI യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളുടെ പേര് ചേർക്കുന്നുവെന്നാണ് ആക്ഷേപം. ഗ്രൂപ്പ് ഐറ്റത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗ്രേസ് മാർക്ക് റദ്ദാക്കണമെന്നും വിധി നിർണയ പട്ടിക റദ്ദാക്കണമെന്നും പരാതിയിൽ പറയുന്നു. OR കേളു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്ന് OR കേളു പറഞ്ഞു. കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞതിനെ തുടർന്നാണ് മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വൈകിട്ട് 4-ന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. OR കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകര്യവും പ്രതിജ്ഞ ചെയ്യുന്നു. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് OR കേളു സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്.
മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, MLA മാർ, ഇടതുമുന്നണി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് തന്നെ OR കേളു സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ നടപ്പാക്കി വരുന്ന പദ്ധതികൾ നന്നായിട്ട് നടപ്പാക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും നമ്മൾ നടത്തുക. പ്രത്യേകിച്ച് കുറച്ചുകൂടി നമ്മുടെ ഈ മേഖലയിലേക്ക് ആഴത്തിൽ കാര്യങ്ങൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വയനാട്ടിൽ നിന്ന് ആദ്യമായാണ് മന്ത്രിസഭയിൽ പ്രതിനിധി ഉണ്ടാകുന്നത്. PK ജയലക്ഷ്മിക്ക് ശേഷം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് OR കേളു. സത്യപ്രതിജ്ഞാവേദിയിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം സംസാരിച്ചില്ല. എന്നാൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ ഇരുവരും കൈകൊടുത്ത് സൗഹൃദം പങ്കിട്ടു. പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ഇംഗ്ലണ്ട് 2020 ലോകകപ്പ് സെമിയിൽ. T20 ലോകകപ്പിന്റെ സെമിയിലെത്തുന്ന ആദ്യ ടീമായി ഇംഗ്ലണ്ട് അമേരിക്കയെ 10 വിക്കറ്റിന് തകർത്തു. 116 റൺസ് വിജയലക്ഷ്യം. വിക്കറ്റ് നഷ്ടപ്പെടാതെ വെറും 9.5 ഓവറിൽ ഇംഗ്ലണ്ട് അടിച്ചെടുത്തു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനിൽ, അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാർ സെമിയിലേക്ക് എത്തുന്നു. ആതിഥേയരുടെ കളി അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പിലെയും ഒപ്പം ഈ ടൂർണമെന്റിലെയും മറ്റ് മത്സരങ്ങളെയൊക്കെ എങ്ങനെ ഈ ഫലം സ്വാധീനിക്കും? ഗോകുൽ, അങ്ങനെ രാജകീയമായി ഒരു തകർപ്പൻ ജയത്തോടുകൂടി തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് സെമിയിലെത്തിയിരിക്കുകയാണ്. സെമിയിലേക്ക് മുന്നേറുന്ന ആദ്യ ടീമായി മാറി എന്നുള്ള പ്രത്യേകതയും ഇംഗ്ലണ്ടിൻ്റെ ഈ ജയത്തിന് പിന്നിലുണ്ട്. അമേരിക്കയെ ഒരു തരത്തിലും ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ച് കളഞ്ഞത്. 116 റൺസ് വിജയലക്ഷ്യം വെറും 9.4 പന്തിൽ മറികടക്കുന്നു. അതും ഒറ്റ വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെയാണ് ഇംഗ്ലണ്ട് ഈ വലിയ വിജയലക്ഷ്യം മറികടന്നത്, അല്ലെങ്കിൽ അതിവേഗം അടിച്ചെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അവരെ ഇതിനെ സഹായിച്ചത് അവരുടെ നായകൻ ജോസ് ബട്ട്ലർ തന്നെയാണ്. 83 റൺസാണ് ജോസ് ബട്ട്ലർ നേടിയത്. 6 4-ഉം 7 6-ഉം ഉൾപ്പെടെ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹർമീദിനെതിരെ ഒരു ഓവറിൽ 30 റൺസാണ് നേടിയത്. അതായത് 5 6 അടക്കം 31 റൺസ് ആകെ ആ ഓവറിൽ പിറക്കുകയുണ്ടായി. അങ്ങനെ വിജയത്തിലേക്ക് കടന്നതും വളരെ ആധികാരികമായി തന്നെയാണ് ഇംഗ്ലണ്ട് ഇതായിരിക്കുന്നത്. ഗ്രൂപ്പ് റൗണ്ടിൽ ഒരു കളിയൊക്കെ തോറ്റപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ തന്നെ വലിയ സംശയങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ചാമ്പ്യന്മാരെന്നും ചാമ്പ്യന്മാരാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ സെമിയിലേക്ക് മുന്നേറി കഴിഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി നാളെ രാവിലെ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഒരു വിർച്വൽ ക്വാർട്ടർ ഫൈനൽ പോലെയായി. ഈ മത്സരത്തിൽ ജയിക്കുന്നവരായിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് സെമിയിലേക്ക് മുന്നേറുന്ന രണ്ടാമത്തെ ടീം ആവുക. ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഇനി കാൽപന്തോളം. കോയറോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയറോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പ് ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ജർമ്മനി ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ഹംഗറിയെ നേരിടും. 3 മത്സരങ്ങളും ജയിച്ച പ്രീ ക്വാർട്ടർ പ്രവേശനം രാജകീയമാക്കാൻ ജർമ്മനി. ആതിഥേയരെ സമനിലയിലെങ്കിലും കുരുക്കി അവസാന 16-ൽ ഇടമുറപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ്. ഹംഗറിക്കെതിരെ വമ്പൻ ജയത്തിനൊപ്പം സ്വിറ്റ്സർലൻഡിന്റെ തോൽവി കാത്തിരിക്കുന്ന സ്കോട്ട്ലൻഡ്. ആശ്വാസ ജയത്തോടെ മടങ്ങാൻ ഹംഗറി. അവസാന റൗണ്ട് പോരിനിറങ്ങുമ്പോൾ എ ഗ്രൂപ്പിലെ ടീമുകളുടെ മോഹങ്ങളും ആശങ്കകളും. സ്കോട്ട്ലൻഡിനെ 5-1-നും ഹംഗറിയെ എതിരില്ലാത്ത 2 ഗോളിനും തോൽപ്പിച്ച ജർമ്മനിക്ക് തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെതിരെയും മുൻതൂക്കം. ജൂലിയൻ നെഗൽസ്മാന് കീഴിൽ പഴയ വീര്യം വീണ്ടെടുത്തു കഴിഞ്ഞു ജർമ്മൻ പോരാളികൾ. 2 കളിയിൽ 4 പോയിന്റുള്ള സ്കോട്ട്ലൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ തോൽവി ഒഴിവാക്കിയേ തീരൂ. ഷെർദാൻ ഷാക്കിറുടെയും ഷാക്കിയുടെയും ഒക്കെ ബൂട്ടുകൾ രക്ഷക്കെത്തിയാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ പോലുമാകാം സ്വിസ് പടയ്ക്ക്. ഒറ്റ പോയിന്റ് മാത്രമുള്ള സ്കോട്ട്ലാൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ പല കടമ്പകൾ. ഹംഗറിക്കെതിരെ മികച്ച ജയത്തിനൊപ്പം സ്വിറ്റ്സർലാൻഡ് ജർമ്മനിയോട് വൻ മാർജിനിൽ തോൽക്കണം. തോൽവിയോ സമനിലയോ എങ്കിൽ ഹംഗറിക്കൊപ്പം സ്കോട്ട്ലാൻഡിനും വിമാനം കയറാം. സ്പോർട്സ് ഡെസ്ക് 24. പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പരവൂർ, പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉൾപ്പെടെ നിരവധി കേസുകളിലെ സ്പെഷ്യൽ
പ്രോസിക്യൂട്ടറായിരുന്നു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഭാരവാഹി, CPIM കൊല്ലം മുൻ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഇനി നോക്കാം ചില വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ആദ്യ പരീക്ഷ. തെലങ്കാനയിലെ ഹൈദരാബാദിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ 15ഓളം വരുന്ന നായകൾ ആക്രമിക്കുകയായിരുന്നു. തെലങ്കാന നാഗർ കുർണൂലിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്ക് നേരെ ആൾക്കൂട്ട വിചാരണയും ക്രൂരപീഡനവും നടന്നതായി പരാതി. മുഖത്തും കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 57ആയി. 153 പേർ ചികിത്സയിലുണ്ട്. 20-ലധികം ആളുകൾ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. കേസിൽ 2 പേരെ കൂടി CBCID അറസ്റ്റ് ചെയ്തു. കൊല്ലം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ക്വവ ഹോട്ടലിൽ തീപിടുത്തം. ഹോട്ടലിന്റെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത്. കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എറണാകുളം പനങ്ങാട് സ്വകാര്യ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു. അമിത വേഗതയിലെത്തിയ ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകട കാരണമെന്ന് FIR. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. താൽക്കാലികമായി ജാമ്യം തടഞ്ഞ ഹൈക്കോടതി നടപടിക്കെതിരെയാണ് ഹർജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 14 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. ഗൃഹോപകരണ നിർമ്മാണ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ കൊട്ടാരം ട്രേഡിംഗ് കമ്പനിയുടെ ഡീലേഴ്സ് മീറ്റും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കൊച്ചിയിൽ നടന്നു. ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ നോൾട്ടയുടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളും രാജ്യത്തെ വിവിധ കമ്പനികളുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടാനും തിരഞ്ഞെടുക്കാനുമാണ് ഡീലേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചതെന്ന് കൊട്ടാരം ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റണി കൊട്ടാരം പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങളായി നോൾട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും എല്ലാ പ്രോഡക്റ്റുകളുടെയും ഡിസ്പ്ലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഏതാണ്ട് 700ഓളം വ്യാപാര സുഹൃത്തുക്കൾ ഈ മേളയിൽ പങ്കെടുക്കുകയും പുതിയ പ്രോഡക്റ്റുകളും പുതിയ കളക്ഷൻസും പരിചയപ്പെടുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാ വ്യാപാര സുഹൃത്തുക്കളും ഇത് വളരെ താല്പര്യത്തോടുകൂടി, പുതിയൊരു അറിവോടുകൂടി, പുതിയൊരു അനുഭവത്തോടുകൂടി കേരളത്തിലെ എല്ലാ വ്യാപാര സുഹൃത്തുക്കളും ഈ പ്രോഡക്റ്റിലെ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് ദിന റൺ സംഘടിപ്പിച്ചു. കൊച്ചി നേവൽ എയർക്രാഫ്റ്റ് യാർഡ് സൂപ്രണ്ട് കമാൻഡർ സന്ദീപ് സബ്നീസ് ഉദ്ഘാടനം ചെയ്തു. നെറ്റ്ബോൾ ദേശീയ ടീം അംഗവും സിനി ആർട്ടിസ്റ്റുമായ പ്രാചി തെഹ്ലാൻ ഒളിമ്പിക് സത്യപ്രതിജ്ഞ നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് മോഹൻദാസും പരിപാടിയിൽ പങ്കെടുത്തു. രാജേന്ദ്ര മൈതാനം മുതൽ മറൈൻ ഡ്രൈവ് വരെയായിരുന്നു റൺ. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.